ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപം കൊണ്ടു. ഒഡീഷയിൽ അതിശക്തമായ മഴ. കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒഡീഷയിലെ 6 ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുന്നു. ഇവിടങ്ങളിൽ നിന്ന് 1 ലക്ഷത്തോളം ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്നു മുതൽ ആഗസ്റ്റ് 18-ാം തീയതി വരെ പശ്ചിമ ബംഗാൾ, അതിനോട് ചേർന്ന ബംഗ്ലാദേശ്, ഒഡീഷ, വടക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങൾ എന്നിവിടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ ന്യൂനമർദ്ദം കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് കാരണമാകില്ല എങ്കിലും രാത്രിയിലും പുലർച്ചെയുമായി കേരളത്തിൽ ഒറ്റപ്പെട്ട കനത്ത മഴ ലഭിക്കും. വരും മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. മറ്റ് എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ലാല ചുഴലിക്കാറ്റ് ഹവായ് ദ്വീപിൽ കനത്ത നാശം വിതയ്ക്കുന്നു. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. കൊടുങ്കാറ്റിനെ തുടർന്ന് 40,000-ത്തിലധികം വീടുകളിൽ വൈദ്യുതി നഷ്ടപ്പെട്ടു. ഹവായ് ദ്വീപുകളിൽ അതീവ ജാഗ്രത തുടരുകയാണ്.